ഗവൺമെൻറ് ഓഫ് തമിഴ്നാട് വേഴ്സസ് ഗവർണർ ഓഫ് തമിഴ്നാട് കേസിൽ സുപ്രീം കോടതി വിധിയിൽ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, പോക്കറ്റ് വീറ്റോ. പോക്കറ്റ് വീറ്റോ അധികാരം ആർക്കില്ല? ഗവർണർക്കില്ല. ഇപ്പോൾ എനിക്ക് ആ വാക്ക് ഞാൻ ആദ്യമായിട്ട് ഈ വിധിയിലാണ് കാണുന്നത്. അതിനെന്താണ് മലയാളത്തിൽ പറയുക എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു മലയാളം കക്ഷാധികാരം എന്ന് വേണമെങ്കിൽ പറയാം. ഗവർണർക്ക് കക്ഷാധികാരമില്ല. അതാണ് പോക്കറ്റ് വീറ്റോ അധികാരം ഗവർണർക്കില്ല എന്നാണ് ഏപ്രിലിലെ വിധിയിൽ സുപ്രീം കോടതി പറയുന്നത്. അപ്പോൾ അതില്ലാതെ സുപ്രീം കോടതി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ് നമ്മളുടെ ഒരു ധാരണ. ഭരണഘടനയുടെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയം അതാണ്. അങ്ങനെയൊക്കെ ആയിട്ട് ഇവരെന്ത് ചെയ്യുന്നു? ഇവർ കക്ഷാധികാരം പ്രയോഗിക്കുന്നു. അതുകൊണ്ട് സുപ്രീം കോടതി എന്തു ചെയ്തു? ഒരു ടൈം ലൈൻ വെച്ചു. 3 മാസം ഗവർണർക്കും രാഷ്ട്രപതിക്കും ഒരു ടൈം ലൈൻ വെച്ചു. 3 മാസത്തിനകം ഇതിൽ ഏതെങ്കിലും ഒരു തീരുമാനം എടുത്തിരിക്കണം. അല്ലെങ്കിൽ ഡീംഡ് അസെൻറ്റ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ബാധകമാവും. എന്താണ്? 3 മാസം കഴിഞ്ഞിട്ട് അസെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണ്? അസെൻറ്റ് ആയിക്കഴിഞ്ഞു. അപ്പോൾ അത് ശരിയല്ല. അങ്ങനെ ഗവർണർ ഇതിൽ ആദ്യം വെടിവെട്ടിച്ചത് ആരാണെന്നറിയോ? മറ്റേ ജഗ്ദീപ് ധൻഖഡ് അല്ലേ, നമ്മളെ പഴയ ഉപരാഷ്ട്രപതി. എന്താണിത്? നമ്മുടെ രാഷ്ട്രപതിയെ പോലും ഭരിക്കുന്ന ഇത് സംവിധാനമായി മാറിയോ സുപ്രീം കോടതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഭയങ്കരമായി ബഹളം വെച്ചു. അപ്പോൾ ആ ബഹളത്തിന് ശേഷമാണ് രാഷ്ട്രപതിയുടെ റെഫറൻസ് പോകുന്നത്. ആക്ച്വലി രാഷ്ട്രപതിയുടെ റെഫറൻസ് അത് എടുക്കാനും എടുക്കാതിരിക്കാനുമുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. സുപ്രീം കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ്. എനിവേ ഒരു ഉയർന്ന ഭരണഘടന എന്താ പറയുക മാന്യത അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് അവരത് എടുക്കുന്നു. അതെടുത്തു പറഞ്ഞാൽ ഇവർ ചോദിച്ച ചോദ്യങ്ങളെല്ലാം സിമ്പിൾ 1 ക്വസ്റ്റ്യനാണ്, നിങ്ങൾക്ക് ഇതിന് അധികാരം ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഭരണഘടനാപരമായി രാഷ്ട്രപതിക്കും ഗവർണർക്കും ഇപ്പോഴത്തെ നമ്മുടെ നിയമത്തിൻ്റെയും ഭരണഘടനാ പ്രൊവിഷൻസിൻ്റെയും ഇത് വെച്ചുകൊണ്ട് അങ്ങനെ ഒരു കൃത്യം ടൈം ലൈൻ വെക്കുവാൻ അധികാരമില്ല എന്ന കാര്യം സുപ്രീം കോടതി സമ്മതിച്ചു. പക്ഷേ എഗൻ അഡ്വൈസറി ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഈ രാഷ്ട്രപതി ഗവർണർമാരിങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്, ഉടനെ അതിൽ ആക്ട് ചെയ്യണം. ഡ്രൈവർ ആരാണ്? ഡ്രൈവർ ക്യാബിനറ്റാണ് ഡ്രൈവർ, ചീഫ് മിനിസ്റ്ററാണ് ഡ്രൈവർ എന്നൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ എന്താ സമയം ഇതാരോടെ ഈ പറയുന്നത്? ഇതേക്കുറിച്ച് ഇതിങ്ങനെ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഇതിനൊരു പൈതൃകം ഇങ്ങനെയായിരുന്നു, ഭരണഘടനാ ശില്പികൾ ഇങ്ങനെയാണ് ഇതിനെ കണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊന്നൊരു ധാരണയില്ലാതെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഈ രാജ്യത്തെ ഒരു ബിഗ് യൂണിയൻ ടെറിട്ടറി ആക്കണം എന്നുള്ള പ്ലാനുമായി മുന്നോട്ട് പോകുന്നൊരു ഭരണകൂടമാണ്. അവരെ സംബന്ധിച്ച് ഇന്ത്യ എന്ന് പറയുന്നതാണ്, ഇന്ത്യ ഈസ് എ യൂണിയൻ ടെറിട്ടറിയാണ്.